അങ്ങനെ ഒടുവിൽ പാറ്റകൾ തെരുവിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത് പോലെ ഇന്ന് പാറ്റകൾ ജന്തർ മന്ദറിൽ വലിയ പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന അതിൻ്റെ സ്ഥാപകൻ രാവിലെ തന്നെ ഫ്ലൈറ്റിൽ ഡൽഹിയിലെത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആരും ചെല്ലണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എങ്കിലും അദ്ദേഹത്തോടടുപ്പമുള്ള നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്വീകരിച്ച് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം പറയാൻ പോകുന്ന പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളതിൻ്റെ സൂചനകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വരവിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അതിൽ അദ്ദേഹം അംബേദ്കറിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നടന്നു വന്നത്. തന്നെ ഒരു കറുത്ത ജാക്കറ്റൊക്കെ ഇട്ട്, അപ്പോൾ അതിൻ്റെ അകത്തൊരു വൈറ്റ് ബനിയനും ഇട്ടാണ് അദ്ദേഹം നടന്നു വന്നത്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെ ഇത് അവഗണിച്ചു. കാരണം നാഷണൽ ചാനലുകളൊക്കെ തന്നെ ഏതാണ്ട് പൂർണ്ണമായിട്ട് അവഗണിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അദാനിയുടെ അംബാനിയുടെ ഒക്കെ ചാനലുകൾ ഞങ്ങൾ വന്നാൽ അല്ലെങ്കിൽ ലൈസൻസുകൾ റദ്ദ് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഇനി അവർ വന്നാലും ഇല്ലെങ്കിലും. പക്ഷേ അതൊക്കെ തന്നെ നമുക്കറിയാലോ, അദാനിയുടെ അംബാനിയുടെയൊക്കെ കയ്യിലാണ് ഏതാണ്ട് 50ഓളം വരുന്ന ചാനലുകൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ കൂടി തന്നെ ഇതെല്ലാം തമസ്കരിച്ചു. പക്ഷേ ഇതൊക്കെ തമസ്കരിച്ചെങ്കിലും കേരളത്തിലെ ചാനലുകളൊക്കെ വലിയ വർദ്ധിച്ച ആവേശത്തോടുകൂടി ഈ വാർത്തകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തു. അഭൂതപൂർവമായ ജനക്കൂട്ടമൊന്നും ഉണ്ടായില്ലെങ്കിലും നിരവധി സ്റ്റേറ്റുകളിൽ നിന്ന് വലിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവിടെ എത്തുകയും അവർ ആ പ്രതിഷേധത്തിൽ ഏതാണ്ട് ജന്തർ മന്ദർ നിറഞ്ഞുകൊണ്ട് തന്നെ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതിൽ ചില ആളുകളൊക്കെ തന്നെ, ചില വഴികളൊക്കെ തന്നെ പോലീസ് തടസ്സപ്പെടുത്തുകയും ആദ്യം മുതൽ തന്നെ അങ്ങോട്ട് ചെല്ലാൻ ആളുകളെ അധികം അനുവദിക്കാതിരിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ചെറിയ ചെറിയ ആരോപണങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അത് നടന്നു. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമേ തന്നെ ഇവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒരിക്കലും പ്രകോപനപരമായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടാവില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. കൂടാതെ ഇന്ന് രാവിലെ പോലീസ് ആ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്തു. അത്രയും നല്ലത്. കാരണം അല്ലെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നമാകുമോ എന്നുള്ളത് BJP ഒക്കെ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞത് ഭാഗ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അനുമതി കൊടുത്തു. ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാൻ അനുമതി കൊടുത്തു. ചിലരൊക്കെ പറഞ്ഞിരുന്ന പോലെ അഭിജിത്ത് ദീപ്കെ വരുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതും ഉണ്ടായില്ല. കാരണം എന്ത് കാര്യം പറഞ്ഞ് അറസ്റ്റ് ചെയ്യാനാണ്? അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. കൂടാതെ അദ്ദേഹം അംബേദ്കറേയും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നു. കൂടാതെ ഈ പ്രകടനത്തിനെത്തുന്ന ആളുകളൊക്കെ തന്നെ ഇന്ത്യൻ പതാകയുമായിട്ട് വരണം എന്നാണ് പറഞ്ഞിരുന്നത്. കൂടാതെ നിങ്ങൾ പുഷ്പങ്ങളൊക്കെ തന്നെ കയ്യിൽ കരുതണം, പൂക്കളൊക്കെ തന്നെ കരുതണം. അതായത് പോലീസുകാർക്കൊക്കെ തന്നെ പൂക്കൾ കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. പൂക്കൾ എറിയുക പോലും ചെയ്യരുത്, വളരെ സമാധാനപരമായിട്ട് വേണം ഇത് നടത്താൻ എന്നുള്ളത് പറഞ്ഞിരുന്നു. കാരണം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗ്രാൻഡ് ഡിസൈൻ ആയിരുന്നു. കാരണം ഇതിൻ്റെ പുറകിലുണ്ടാകാൻ പോകുന്ന അപകടം എന്താണ് എന്നുള്ളത് എന്തായാലും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 49% പേർ നേരത്തെ തന്നെ അവരുടെ ഫോളോവേഴ്സ് പാകിസ്ഥാനിൽ നിന്നാണെന്നും ഇവർ രാജ്യവിരുദ്ധരാണെന്നും, പിന്നെ ഇന്നിപ്പോൾ ഇടയ്ക്ക് ചില ആളുകളൊക്കെ ഇത്ര നാളും പറഞ്ഞില്ല, ഇപ്പോൾ പുതിയ ചില ആളുകളൊക്കെ വന്ന് ജോർജ് സോറോസിൻ്റെ ഫണ്ട് ഉണ്ടായി കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവരുന്നയിക്കുന്ന ആക്ഷേപം എന്താണ് എന്നുള്ളത് ഏറ്റവും ആദ്യം മനസ്സിലാക്കുക. ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അറിയേണ്ടത് കഴിഞ്ഞ 20-22 കൊല്ലമായിട്ട്, അതായത് 2004 മുതൽ 2026 വരെ എൻട്രൻസ് എഴുതിയിട്ടുള്ള നീറ്റിൻ്റെ അടക്കമുള്ള നിരവധി ടെസ്റ്റുകൾ എഴുതിയിട്ടുള്ള ആ കുട്ടികളിൽ 1.25 ലക്ഷത്തോളം പേരാണ് ഈ ക്രമക്കേടുകളുടെ പേരിൽ കൊല്ലപ്പെട്ടതെന്ന് നിങ്ങൾ അറിയണം. 1.25 ലക്ഷത്തോളം പേർ. പക്ഷെ നമുക്ക് ഇന്ന് വരെ ആ കണക്കുകൾ പോലും ലഭ്യമല്ല, ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ അറിയണം. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള പരീക്ഷാ നടത്തിപ്പുകളുടെ കാര്യത്തിൽ ഏതാണ്ട് 280-ലധികം വരുന്ന ക്രമക്കേടുകളാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി തന്നെ അവർ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ആരും അക്കൗണ്ടബിൾ ആകാതിരിക്കുകയും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി പോലും ആരും ചോദിക്കാതിരിക്കുകയും ഒരു പ്രക്ഷോഭം ഉണ്ടാകാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അസംതൃപ്തികളൊക്കെ തന്നെ ഒരു കൂട്ടായ്മയായി മാറാൻ അധികം താമസം ഉണ്ടാവില്ല എന്നുള്ളത് കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടന്നു. അപ്പോൾ ചില ആളുകളൊക്കെ തന്നെ, ഒരു സംഘപരിവാർ ആളുകളൊക്കെ തന്നെ, ഇവരുടെ ഒപ്പമൊന്നും ആളുകൾ ആരുമില്ല, വളരെ കുറച്ച് ആളുകൾ എത്തിയുള്ളൂ, പ്രതീക്ഷിച്ചത്ര ആളുകൾ എത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത് കൂടാതെ ഇതിന് എത്രത്തോളം ഭയപ്പെടുന്നു എന്നറിയാനായിട്ട് ഇന്ന് ബജരംഗ് ദളിൻ്റെയൊക്കെ ആളുകൾ കുറച്ച് പേരെങ്കിലും അവിടെ എത്തുകയും ഈ ആളുകളോടൊക്കെ തന്നെ ആസാദി എന്ന് പറയുന്നൊരു മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ല എന്ന് പറയുകയും RSSനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ല എന്ന് പറയുകയൊക്കെ ചെയ്തുകൊണ്ട് അവർ ചെറിയ തോതിൽ അക്രമാസക്തരായപ്പോൾ നമുക്കെല്ലാം അറിയുന്ന CPIയുടെ നേതാവായിട്ടുള്ള ആനി രാജ, അവർക്കെതിരെയും ചില അറ്റാക്കുകളുണ്ടായി. അവരിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ തോതിലുള്ള അറ്റാക്കുകളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ആദ്യം AIF ആരുമായിട്ടുണ്ടായി, അതിനുശേഷം ആനി രാജയുമായിട്ടൊക്കെ ഉണ്ടായി.
അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരു കാര്യത്തിൽ എന്തായാലും മോദി ഗവൺമെൻറ് ചെയ്തത് നന്നായി. കാരണം ഇവരെ നിരോധിക്കുകയോ ഇത് നടത്താൻ പറ്റില്ലെന്ന് പറയുകയോ അല്ലെങ്കിൽ ഇത് ആദ്യമേ തന്നെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി പോയേനെ. പിന്നെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധിയുണ്ടായി പോയേനെ. യഥാർത്ഥത്തിൽ മോദി ഗവൺമെൻറ് സംയമനം പാലിച്ച് നന്നായി. ഇത് നടന്നോട്ടെ, ഇന്ന് രാവിലെ അവർ പെർമിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് നടന്നോട്ടെ എന്ന് പോലീസ് നിലപാടെടുക്കുകയും ചെയ്തത് ശരിയായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രകടനം ഏറ്റവും ആദ്യത്തേത് അവിടെ നടന്നു. ഇനി അവരുടെ പ്ലാനുകൾ എന്ത്, ഇത് കൺസിസ്റ്റൻ്റായി കണ്ടിന്യൂസ് ആയി ഗവൺമെൻറ്റിനെ പിടിച്ചുകൊടുക്കാൻ കഴിയുന്നൊരു കാര്യമായി ഒരുപക്ഷെ വലിയൊരു ഓർഗനൈസേഷനായി ഇന്ത്യ മുഴുവൻ പടരുമോ ഇല്ലേ എന്നറിയാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. കേരളത്തിലടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ചെറുപ്പക്കാരൊക്കെ ഉയർന്നു വരികയും അവരുടെയൊക്കെ പല ഇൻ്റർവ്യൂകളും മാധ്യമങ്ങളും ഒക്കെ തന്നെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരൊക്കെ തന്നെ നന്നായി സംസാരിക്കുന്ന അതിഗംഭീരരായിട്ടുള്ള ആളുകളാണ്. കൂടാതെ ഇവർ തന്നെ 3 പേരെ ഒരു സ്പോക്സ് പേഴ്സൺസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ആ സ്പോക്സ് പേഴ്സൺസ് ആയിട്ട് വെച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒരാൾ IIT-യിൽ നിന്ന് പഠിച്ചിറക്കിയിട്ടുള്ള ഒരാളാണ്, ഒരാൾ ഒരു വളരെ വിദ്യാഭ്യാസമുള്ള, അതുപോലെ തന്നെ ധ്രുവറാത്തിയുടെ ഒപ്പം അവരുടെ സ്ക്രിപ്റ്റിംഗ് അടക്കമുള്ള റിസർച്ച് അടക്കമുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമ സംവിധായകനൊക്കെ ഉള്ള സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റൊരാളെന്ന് പറയുന്നത് ഇതുപോലെ IIT-യിൽ പഠിക്കുകയും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലൊക്കെ പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ കുറേ കൂടി യങ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നല്ല വിവരമുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവും റിസർച്ചും ഉള്ള ആളുകൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ വലിയ രീതിയിലുള്ള ഒരു ഹോംവർക്ക് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാകും. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി ആളുകളെയാണ് ഇവർ കണ്ടെത്തി വെച്ചിട്ടുള്ളത്. അതിൽ ഈ ചീഫ് സ്പോക്സ് പേഴ്സണിൽ ഒരാളെന്ന് പറയുന്നത് അദ്ദേഹം നമ്മുടെ കോടതികളിലും അതുപോലെ നീതിന്യായ വ്യവസ്ഥകളിലുമൊക്കെയുള്ള പ്രശ്നങ്ങളെ പോലും ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തിയിട്ടുള്ള കാരവൻ മാഗസിനടക്കം എഴുതിയിട്ടുള്ള ജേർണലിസ്റ്റ് അടക്കം ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി ആളുകളെയാണ് ഇവർ ഉയർത്തി കാണിക്കുന്നത് എന്നുള്ളത് തന്നെ ചെറുപ്പക്കാരുടെ ഇവർക്ക് വലിയ തോതിലുള്ള ഒരു താല്പര്യമുണ്ടാവും. കാരണം ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും ഒരു അമേരിക്കയിൽ പോയാൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്ന വലിയ ജോലിയും വലിയ വിദ്യാഭ്യാസവും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ചെറുപ്പക്കാർ അവരതൊക്കെ കളഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു ആളുകൾക്ക് കൂടുതൽ അവരോടൊരു അടുപ്പം തോന്നുക സ്വാഭാവികം മാത്രമാണ്. നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴാണെങ്കിലും ശശി തരൂർ വന്നപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കെ അണ്ണാമലൈ വന്നപ്പോഴാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു വലിയ താല്പര്യം ജനത്തിന് തോന്നിയിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ കുറേ കൂടി കൂടുതൽ താല്പര്യം ഇവരോട് തോന്നും. പ്രത്യേകിച്ചും നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ പ്രതിപക്ഷവും ഒക്കെ പരാജയപ്പെടുന്നിടത്ത് ഇവർ വലിയ ശബ്ദമായി മാറുകയും 2,20,00,000 വരുന്ന ആളുകളുടെ ഫോളോവേഴ്സിൻ്റെ പിന്തുണ കിട്ടുകയും ചെയ്യുമ്പോൾ വലിയ സാധ്യതകളാണ് ഇവർക്ക് മുമ്പിലുള്ളത്. പക്ഷേ ഇവർ അത്തരത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയായി മാറുമ്പോൾ ഇവരുടെ ശക്തി തെളിയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് തുടർ സമര പരിപാടികൾ എന്തൊക്കെയായിരിക്കും അവർ പ്ലാൻ ചെയ്യുക, പദ്ധതി ഇടുക എന്നുള്ളത് തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ വിചാരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും വളരെ സക്സസ്ഫുള്ളായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പക്ഷേ അവർക്ക് കഴിഞ്ഞേക്കും. കാരണം ഈ കാണുന്ന ആളുകളൊന്നും അല്ലാതെ പോലും ഇതിൻ്റെ പുറകിൽ വളരെ കൃത്യമായി ഇത് ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന മിടുക്കരായിട്ടുള്ള നിരവധി ആളുകളുടെ ഒരു സംഘം കൂടി ഉണ്ടായേക്കാം എന്ന് കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എന്താണെങ്കിലും ഗവൺമെൻറ് ഇത്രയും കാലം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ഒരു ഡിഫൻസ് ഒക്കെ പൊളിഞ്ഞിരിക്കുന്നു. 49% പേർ പാകിസ്ഥാനിൽ നിന്നാണെന്നും ഇവരുടെ പുറകിൽ രാജ്യവിരുദ്ധ ശക്തികളാണെന്നും ഒക്കെയുള്ള ഡിഫൻസ് ഒക്കെ പൊളിഞ്ഞിരിക്കുന്നു. കാരണം അങ്ങനെയുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അഭിജിത്ത് ദീപ്കയെ 1 മിനിറ്റ് പോലും കളയാതെ എയർപോർട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിനൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഞങ്ങൾ വലിയ ദേശഭക്തരാണ്, ഞങ്ങൾ ദേശസ്നേഹികളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പതാകകളും അതുപോലെ ഭരണഘടനയും അതുപോലെ അംബേദ്കറിൻ്റെ പടവുമൊക്കെ ഉയർത്തി കാണിക്കുമ്പോൾ അതൊരു വലിയ പൊളിറ്റിക്സ് കൂടിയാണ്. കാരണം ഇന്ത്യയിലെ ഒരു OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികൾ മാത്രമെന്ന് പറയുന്നത് ഏതാണ്ട് 65% വരുന്ന വലിയ ജനവിഭാഗമാണെന്ന് നിങ്ങൾ അറിയണം. അതിൽ മഹാഭൂരിപക്ഷം പേരും ഇപ്പോൾ ഇന്ത്യയിൽ BJPക്കാണ് കൂടുതലായിട്ട് വോട്ട് ചെയ്യുന്നത്. കുറേ പേർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നുണ്ട്. ഈ വോട്ടുകളെ കാർന്നു തിന്നാൻ പോകുന്ന ഒരു പൊളിറ്റിക്സാണ് അവർ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് നിലവിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ ആകാംക്ഷ ചതുർവേദി അടക്കമുള്ള 6 പേർ കഴിഞ്ഞ നീറ്റ് പരീക്ഷയ്ക്ക് കൊല്ലപ്പെട്ടതവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളായവരെ തുറങ്കിലടക്കണമെന്നും അവർ രാജിവെക്കണമെന്നും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജനപിന്തുണ കൂടും. ഇപ്പോഴുള്ള ആളുകളുടെ എണ്ണം ഒന്നും നോക്കണ്ട, ആ എണ്ണം കൂടാനും ഇനി അധിക നാടുകളില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.